ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഓം നമഃശിവായ. ഓം സോമനാഥായ. നിങ്ങൾ കാണുന്നത് ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ സുപ്രസിദ്ധമായ ഗുജറാത്തിലെ സോമനാഥ ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. ഈ ചന്ദ്രഗ്രഹണ ദിവസം തന്നെ സോമനാഥനെ ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഈ ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമാണ്. ഞങ്ങൾ പഞ്ചദ്വാര തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ആയില്യം നാളിൽ നാഗേശ്വരനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസം സോമനാഥനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇതെങ്ങനെ കണക്ട് ചെയ്തു അറിയില്ല. ഇതെല്ലാം ഒരു പൂർവ്വജന്മ ഭാഗ്യം തന്നെ. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ പണിതത് മുഹമ്മദ് ഘോറി തുടങ്ങിയുള്ള മുഗളന്മാർ നശിപ്പിച്ച് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സർദാർ വല്ലഭായ് പട്ടേൽജി ഏറ്റെടുത്ത് അങ്ങനെ നിർമ്മിച്ച ക്ഷേത്രമാണ് നിങ്ങളീ കാണുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽജി ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ തറക്കല്ലിട്ട് പിന്നീട് നിർമ്മിച്ച് 1951 ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരതത്തിലെ ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഈ ക്ഷേത്രം പണിതിരിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ആ പണിതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അസ്ത്രം കടലിലൂടെ അയച്ചാൽ ഭൂമിയുടെ മറുകരയിൽ കര തൊടാതെ എത്തും. അപ്പം കര തൊടാതെ, അതായത് വെള്ളത്തിലൂടെ തന്നെ ഭൂമിയുടെ മറുകരയിലേക്ക് എത്തും. എങ്ങനെ ഈ സ്ഥലം അങ്ങനെയുള്ളൊരു പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് പൂർവികർക്ക് മനസ്സിലായി. ഇന്ന് നമുക്ക് സാറ്റലൈറ്റിലൂടെ കണ്ടുപിടിക്കാം. വേൾഡ് മാപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ച മാപ്പുകളുണ്ട്. അന്ന് എന്ത് മാപ്പുകളുണ്ട്? അന്ന് കമ്പാസ് പോലുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. 1600-കളിലൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രാചീന ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായി അവർക്ക്? ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാരതത്തിലെ പൂർവികരായ മഹാന്മാർ അവരുടെ ഉൾദൃഷ്ടി, അന്തർദൃഷ്ടി അത് പലതും സത്യമാണെന്ന് തെളിയിച്ചു. ഇന്ന് ശാസ്ത്രലോകം തന്നെ പലതും കണ്ടെത്തുന്നത് ഭാരത ഋഷിവര്യന്മാർ പണ്ട് കണ്ടെത്തിയ സത്യങ്ങളാണ്. അതാണ് സനാതനധർമ്മത്തിൻ്റെ മഹിമയും ഗരിമയും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഭാരത സംസ്കാരത്തെ കൂടുതൽ ആഴത്തിൽ അറിയണം. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ മഹത്വവും അതിൻ്റെ ചൈതന്യവും മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ വെറുതെ ക്ഷേത്രം കണ്ടുപോകും. അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള, അത്രയും ഒരു മഹത്വമുള്ള ഒരു ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. എല്ലാവർക്കും പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.